പോരുറമ്പിൽ കേൾക്കിലപ്പ് കോൻതിരക്കോങ്ങാനമട്ടിൽ പാർവയക്ക് ഭേദമറ്റ പോതിൽ അംസ ചാടി വെട്ടി വെട്ടത് കുഫറിൽ തട്ടിട ചുമലിൽ വിളയിരി പൊളിയതായി വിളരവെ ഉടനവർ വികൃതമെ പരിക്കളിത്താളമ ചുമടാടിയ കള നിലനിലയാ ശൈബത്തിന്റെയും ഹംസ തങ്ങളുടെയും ആയുധങ്ങൾ കൂട്ടിമുട്ടി ചൂടായ കാരണത്താൽ വലിയ തീജ്വാലകൾ ആയുധത്തിനെതിരായി ഇങ്ങോട്ട് ഉയരുകയാണ്. ഭൂമിയിൽ ശക്തിയായ പൊടിപടൽ ഉടലെടുത്തു. ചുഴലിക്കാറ്റ് പോലെ പോർക്കളത്തിലേക്ക് സൂര്യപ്രകാശം മറക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നേർക്കുനേരെ വെട്ടല്, ചോടെ കുത്തല്, താടി ഒഴിവാക്കല്, ചുവട് നീട്ടിവെച്ചുകൊണ്ട് അണയാൻ നോക്കൽ, അപ്പോഴേക്കും മറ്റവൻ ചാഞ്ഞൊഴിവാക്കൽ മുതലായ പ്രകടനങ്ങൾ അതാ അരങ്ങ് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു തന്റെ ഘടകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെട്ടത് കുഫറിൽ തട്ടിടൈ ചുമലിൽ വിളയിര് പൊളിയതായി വിളരവെ അവനുടർ ഉടനവർ വികൃതമേ പരികളി താളമച്ചുമടാടി അക്കളമില നിലയായി ശൈബത്തുമായി മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായിരിക്കുന്ന പോരാട്ടമാണ്. ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയില് സഹാബാ കിറാമുകൾ തക്ബീർ അല്ലാഹു അക്ബർ മുഴക്കുമ്പോൾ മറുഭാഗത്ത് ശൈബത്തെ മുന്നേറു മുന്നേറു ശൈബത്തെ മുന്നേറു മുന്നേറു എന്ന് പറഞ്ഞുകൊണ്ട് ആവേശം കൊള്ളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം പറഞ്ഞല്ലോ ബദറിന്റെ മണത്തരികളെ കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് രണ്ടുപേരും അതിശക്തമായി പോരടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ശൈബത്താകെ ക്ഷീണിതനായിരിക്കുന്നു. ആയുധങ്ങളൊക്കെ മുറിഞ്ഞിരിക്കുന്നു. ഈ സമയത്താണ് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അതാ നേരത്തെ അസ്വദിനെ വധിച്ച ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു തന്റെ ഘടകം ഉയർത്തി പിടിച്ചുകൊണ്ട് ബിസ്മില്ലാഹ് കൊടുക്കുകയാണ്. ഒരു വെട്ടന്റെ പ്രിയപ്പെട്ടവരെ, ആ ബദറിന്റെ മണൽത്തരികൾ അതാ ദുഷ്ടനായിരിക്കുന്ന ആ ശൈബത്ത് ബദറിന്റെ പോർക്കളത്തിൽ നിന്യമായി നിസാരമായി അവൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു തന്റെ കുതിരപ്പുറത്ത് കയറി നേരെ ഹബീബായ മുത്തുനബികൾ നിർത്തിയതായിരിക്കുന്ന ആ സഫിലേക്ക് ബിസ്മില്ലാഹ് കുതിരയുമായി ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു നിലയുറപ്പിച്ചു. എന്നാ പ്രിയപ്പെട്ടവരെ, നാം പറഞ്ഞല്ലോ ധീരനായിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു ബദറിന്റെ ആ ഖൈബറിന്റെ പോർക്കളത്തിൽ നമുക്കറിയാം ദുഷ്ടനായിരിക്കുന്ന മുറഹിബിന്റെ 4 പ്രധാനമന്ത്രിമാരെ വധിച്ച ആളാണ് ആര്? മഹാനായിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു. അത്രയും ധീരനാണ് ബഹുമാനപ്പെട്ടവര്. അല്ലാഹു സുബ്ഹാനഹു വ തആല അരിയാർത്ഥങ്ങൾക്ക് ഒരു വലിയ സൗണ്ട് കൊടുത്തിട്ടുണ്ട്, ശബ്ദം കൊടുത്തിട്ടുണ്ട്. ആ ശബ്ദം അങ്ങിട്ട് കഴിഞ്ഞാൽ ഏത് കൊലകൊമ്പനും എന്ത് ചെയ്യും? അവിടെ നിശ്ചലമാകും. അത്രയും ശബ്ദത്തിന്റെ ഒരു ഉടമയാണ് മഹാനായിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു. എന്നാ പ്രിയപ്പെട്ടവരെ, മഹാനായിരിക്കുന്ന അലി റളിയല്ലാഹുവിന്റെ പോരാട്ടം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതാ നിങ്ങൾ കേട്ടാലോ. നിലപോലെ അലി വലിതോ ദുരപ്പട നിനഭയപ്പെടും അത് പാർ കിലോ പിട കലകമിലുടൽ ദൃഷ്ടിയോ പാർപ്പെടുൽ ഖൗഫായി കുതിത്തൊളി പോരണപ്പിടാൻ നേരപ്പെട്ടിൽ ചോട കുട്ടി കൂടെ തട്ടി ചാടിപെട്ടും ചേറയെത്തി ചോട്ടിൽ നീട്ടി ചാഞ്ഞൊഴുത്തും ഓരോ കൂട്ടം കൂട്ടമെശദിത കാട്ടലിൽ വലിത കൊടുമയിൽ അലി ഒരു നറുപവൻ ശിരമിലെ കൊണ്ടുടൽ പിളർന്ന് പിളുന്ത പോതലി താമും ഹംസതൻ അരുഗണവായി കൂട്ടമെശദിത കാട്ടലിൽ വലിത കൊടുമയിൽ അലി ഒരു നറുപവൻ ശിരമിലെ കൊണ്ടുടൽ പിളർന്ന് പിളുന്ത പോതലി താമും ഹംസതൻ അരുഗണവായി. അതേ മഹാനായിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹുവിന്റെ ശത്രു ആരാന്നറിയില്ലേ? വലീദ്. വലീദുമായി പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. കലകമിൽ ഉടൽ ദൃഷ്ടി ഓർകൾ പാർപ്പെടുൽ ഖൗഫായി കുതിത്തൊളി പോര നിപ്പതൽ. ചരിത്രം പറയാണ്, നമ്മളെങ്ങാനും ആ യുദ്ധം കാണുകയാണെങ്കിൽ എന്താകും? ആ രണാകുലത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കതിന് പ്രതികരിക്കാൻ ഉദാഹരണങ്ങൾ ഉണ്ടാവുകയില്ല. അതിന്റെ ഗൗരവത്തെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചാൽ പോലും നമ്മൾ ഭയപ്പെടും. അത്രത്തോളം കഠിനമായ
പോരാട്ടമാണ്. നേരെ വെട്ടിൽ ചോട കുത്തി കൂടെ തട്ടി ചാടി വെട്ടും, ചോരയത്തെ ചോട്ടിൽ നീട്ടി ചാഞ്ഞൊടിഞ്ഞും ഓരോ കൂട്ടം കൂട്ടമശേദിത കാട്ടലിൽ വനിത കൊടുമയിൽ അലിയൊരു ഭവൻ ശിരമിലെ കൊണ്ടുടൽ പിളർന്ന് പിളുന്ത് പോതലി താവും ഹംസതൻ അരുഗണവായി. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടുതൽ നേരമൊന്നുമില്ല മൂപ്പർ യുദ്ധം. ശക്തമായിരിക്കുന്ന പോരാട്ടത്തിൽ പ്രിയപ്പെട്ടവരെ സംഭവം സുദീർഘമാണ്. മഹാനായിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ശത്രുവായിരിക്കുന്ന വലീദുമായി ഇഞ്ചോട് ഇഞ്ച് പോരാടി അവസാനം അവനെയും യമപുരിയിലേക്ക് അഴക്കുകയാണ്, അവനെയും കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരനായ ഹംസ തങ്ങളുടെ അടുക്കലേക്ക് അണിയിലേക്ക് തന്റെ കുതിരപ്പുറത്ത് കയറി അദ്ദേഹം നിലയുറപ്പിച്ചു. അടുത്ത പോരാട്ടം